ഇന്ന് റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ നമുക്കൊപ്പം അതിഥിയായി എത്തുന്നത് ദില്ലി ചലോ സമരത്തിന് ദില്ലിയിൽ കേരള ഹൗസിൽ എത്തിയിരിക്കുന്ന എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് ആണ്. ശ്രീ എം ബി രാജേഷ്, വെരി ഗുഡ് മോർണിംഗ്. എനിക്കൊപ്പം സുജയ ആണ് ഉള്ളത്. രാവിലെ എം ബി രാജേഷിനുമായിട്ടുള്ള ഈ ചോദ്യോത്തരവേളയിൽ റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ട് ഡൽഹിയിൽ തണുപ്പ്? ഗുഡ് മോർണിംഗ്. ഡൽഹിയിലെ തണുപ്പ് കുറഞ്ഞിരിക്കുന്നു. കാരണം ഫെബ്രുവരി ആദ്യവാരമായതുകൊണ്ട് തന്നെ ഡിസംബർ അവസാനവും ജനുവരിയിലൊക്കെ ഉണ്ടായിരുന്ന അത്ര തണുപ്പ് ഇപ്പോഴില്ല. ഡൽഹി തണുപ്പ് അത്ര അപരിചിതമല്ലാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. റൈറ്റ്. എം പി രാജേഷ്, താങ്കൾ SFIയുടെ നേതാവ് എന്ന നിലയിലും DYFIയുടെ നേതാവ് എന്ന നിലയിലും MP എന്ന നിലയിലും ദില്ലിയിൽ ഒട്ടേറെ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു നേതാവാണ്. ഇപ്പോൾ മന്ത്രി എന്ന നിലയിൽ താങ്കൾ ഡൽഹിയിൽ നടക്കുന്ന ഈ സമരത്തിൽ പങ്കെടുക്കാനായി എത്തുമ്പോൾ അതിനൊരു കാരണമുണ്ട്. അത് സംസ്ഥാനത്തിനെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന കാരണമാണ് പറയുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവിനത് ബോധ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നിലയില്ലാ കയത്തിലേക്ക് വരുമ്പോൾ മാത്രം ധൂർത്തിനെയും കെടുകാര്യസ്ഥിതിയെയും മറച്ചുവെക്കാൻ വേണ്ടിയുള്ള ഒരു സമരമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ്. എന്താണ് അതിനോടുള്ള മറുപടി? ഞാനിപ്പോൾ ഈ ലൈവിൽ കയറിയ അവസാന ഏതാനും നിമിഷങ്ങളിൽ ഒരാൾ സംസാരിക്കുന്നത് കേൾക്കുകയായിരുന്നു. കുറച്ചാണ് കേട്ടത്, ഏതാനും വാചകങ്ങൾ കേട്ടു. അപ്പം ഞാനിത് ഏതോ BJP നേതാവാണ് കേരള സർക്കാരിനെ ഇത്ര കഠിനമായിട്ട് വിമർശിക്കുന്നതും കേന്ദ്രത്തെ ന്യായീകരിക്കുന്നതും എന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നീട് അരുൺ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് എന്ന് മനസ്സിലായത്. അത്ര അവിശ്വസനീയമായിട്ടുള്ള സാദൃശ്യമാണ് BJPയുടെ സ്വരവും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെയും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും സ്വരവും തമ്മിലുള്ളത്. ഞങ്ങളുടെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്നാൽ നമ്മുടെ സ്വരമായി ഇന്നൊരു പഴയ വിഖ്യാതമായിട്ടുള്ള പാട്ടുണ്ടല്ലോ, അതുപോലെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സ്വരവും കേന്ദ്രത്തിലെ BJP നേതാവിൻ്റെ സ്വരവും ഒത്തുചേർന്നാൽ മോദി സർക്കാരിൻ്റെ സ്വരമായി എന്നതാണ് സ്ഥിതി. അദ്ദേഹം ഇവിടെ പറയുന്നത് ഞാൻ കേട്ടു. ഈ 57,400 കോടി പെരുപ്പിച്ച കണക്കാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുമ്പ് പോയി സമരം ചെയ്യുന്നു, ഇവരെവിടെയായിരുന്നു ഇത്ര കാലം എന്നൊക്കെ. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പെന്ന് പറഞ്ഞാൽ ഇന്ന് ഫെബ്രുവരി 8 ഫെബ്രുവരി 7 കർണാടക സമരം ചെയ്തത്. ഒരു ദിവസത്തെ പോലും ഇല്ല, ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസമേ ഉള്ളൂ. കർണാടകയുടെ സമരത്തെക്കുറിച്ച് ഒരക്ഷരം അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടില്ലല്ലോ. കർണാടകയുടെ സമരത്തിന് നേതൃത്വം കൊടുത്ത സിദ്ധരാമയ്യയും DK ശിവകുമാറും പറഞ്ഞത്, മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും പറഞ്ഞത്, ഈ അസമത്വം കേന്ദ്ര വിവേചനത്തിനെതിരെ ആര് സമരം ചെയ്താലും, കേരളം ഉൾപ്പെടെ ആര് സമരം ചെയ്താലും ഞങ്ങൾ പിന്തുണയ്ക്കുമെന്നാണ്. അപ്പോൾ കേരളത്തിന് കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ, സർക്കാരിൻ്റെ, മുഖ്യമന്ത്രിയുടെ, ഉപമുഖ്യമന്ത്രിയുടെ ഒക്കെ പിന്തുണയുണ്ട് കേരളത്തിൻ്റെ സമരത്തിന്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ മാത്രം പിന്തുണയില്ല. കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞത് ആ സമരത്തിന് അവിടുത്തെ പ്രതിപക്ഷത്തെ വിളിച്ചു, അവർക്ക് ആത്മാർത്ഥതയില്ലാത്തത് കൊണ്ട് വന്നില്ല എന്നതാണ്. അതേപോലെ കേരളത്തിലെ ശ്രീ VD സതീശനും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനും ബാധകമാണ്. സിദ്ധരാമയ്യ പറഞ്ഞ അതേ ആത്മാർത്ഥതയില്ലായ്മയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെയും ഡൽഹി സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിച്ചത്. പിന്നെ അദ്ദേഹം ഇവിടെ ചോദിക്കുന്നത് കേട്ടു, ഒരു കൊല്ലമായിട്ട് ഇവരിത്രയും കാലമായിട്ട് എന്ത് ചെയ്യുകയായിരുന്നു? അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ അതോ ബോധപൂർവം കള്ളം പറയുകയാണോ എന്നെനിക്കറിഞ്ഞൂടാ. ഈ നിയമസഭയിൽ ധനകാര്യമന്ത്രി ചട്ടം 300 അനുസരിച്ച്, അന്ന് ഞാൻ സ്പീക്കറാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2 വർഷം മുമ്പ് എന്നർത്ഥം, 1.5 വർഷത്തിലധികം മുമ്പാണ്. ചട്ടം 300 അനുസരിച്ച് പ്രത്യേകമായൊരു പ്രസ്താവന ഇക്കാര്യങ്ങളെല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ധനകാര്യ കമ്മീഷൻ്റെ വിഹിതത്തിൽ വന്ന കുറവ്, വായ്പാ പരിധി വെട്ടിക്കുറച്ചത്, റവന്യൂ കമ്മി ഗ്രാൻഡ് വെട്ടിക്കുറച്ചത്, ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തി നിയമസഭ ഒരു പ്രമേയം അംഗീകരിച്ചു. അന്ന് ബഹിഷ്കരിച്ചവരാണ് ഇവർ. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് അറിയുക എന്താണ് ഇത്രയും കാലം നടന്നതെന്ന്? എങ്ങനെ അദ്ദേഹത്തിന് അറിയും? നിർണായക സന്ദർഭങ്ങളിലെല്ലാം സഭ ബഹിഷ്കരിച്ചിറങ്ങിപ്പോയവരാണ്. അന്ന് ബഹളമുണ്ടാക്കി ബഹിഷ്കരിച്ചിറങ്ങിപ്പോവുകയാണ് ചെയ്തത്. മന്ത്രിസഭ ഒരു മെമ്മോറാണ്ടം അംഗീകരിച്ചു. MP രാജേഷ്, പാർലമെന്റിലേക്ക് തന്നെ നോക്കൂ. അങ്ങേക്ക് അറിയാമല്ലോ, അവിടെ അധിർ രഞ്ജൻ ചൗധരി കേന്ദ്ര സർക്കാർ വിവേചനം കാട്ടുന്നുവെന്ന് പറയുന്നു. അത് തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നു. ഇതൊന്നും കേരളത്തിലെ കോൺഗ്രസിന് ബോധ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഒന്നിച്ചാൽ BJPയെ തോൽപ്പിക്കാം എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്, സംസ്ഥാനങ്ങളിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഒന്നിച്ചു നിൽക്കണമെന്നാണ്. അപ്പോൾ യാഥാർത്ഥ്യബോധമില്ലാതെ പെരുമാറുകയാണോ കേരളത്തിലെ കോൺഗ്രസ്? ശ്രീ MP രാജേഷ്. സംശയം എന്താണ്? ഇന്നലെയാണ് രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ
കേരളത്തിൻ്റെ സമരത്തെയും പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചത്. കേരളത്തിൻ്റെയും കർണാടകയുടെയും ഒക്കെ സമരത്തെ പിന്തുണച്ച് AICC അധ്യക്ഷൻ രാജ്യസഭയിൽ സംസാരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് AICC അധ്യക്ഷൻ പറഞ്ഞതിനെതിരായിട്ടുള്ള നിലപാട് കേരളത്തിലെടുക്കുന്നു. ഇവരുടെ ഹൈക്കമാൻഡ് ഏതാണ് എന്നാണ് സംശയം. ഖാർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടങ്ങുന്ന ഹൈക്കമാൻഡിനെയാണോ ഇവർ പിൻപറ്റുന്നത്, അതോ മോദിയും അമിത്ഷായുടെയും നേതൃത്വത്തിലുള്ള ഹൈക്കമാൻഡിനെയാണോ എന്നേ സംശയമുള്ളൂ. ഇന്ന് രാവിലെ ഇവിടെ ഞാൻ ഡൽഹിയിലെ ദേശീയ പത്രങ്ങളിൽ കണ്ടൊരു വാർത്ത, മധ്യപ്രദേശിലെ ഒരു മേയർ, എനിക്ക് തോന്നുന്നു ഭോപ്പാലിലെ മറ്റു മേയറാണെന്ന് തോന്നുന്നു, കോൺഗ്രസ് മേയർ ദിഗ്വിജയ് സിംഗിൻ്റെ ഏറ്റവും അടുത്ത അനുയായി BJPയിൽ ചേർന്നു എന്നാണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ വിചാരിക്കുന്നത് ആത്യന്തികമായി രക്ഷ ഇനി അവിടെ ചെന്ന് അടിയുമ്പോൾ മാത്രമേ ഉള്ളൂ എന്നവർ കരുതുന്നുണ്ടാവും. അതാണ് മോക്ഷമാർഗമെന്ന് കരുതുന്നുണ്ടാവും. അതുകൊണ്ടാണ് കേന്ദ്രത്തിനേക്കാൾ വാശിയോടുകൂടി കേന്ദ്ര സർക്കാരിന് വേണ്ടി അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണോ ഇന്നലെ കേന്ദ്ര സഹമന്ത്രിമാർ സംയുക്തമായി പത്രസമ്മേളനം നടത്തി കേരളത്തിനും കർണാടകയ്ക്കുമെതിരെ ഒന്നിച്ചാ പറഞ്ഞത്, BJPയുടെ കേന്ദ്ര സഹമന്ത്രിമാർ പ്രകാശ് ജാവ്ദേക്കറുടെ എല്ലാം നേതൃത്വത്തിൽ സംയുക്തമായി കേരളത്തിനും കർണാടകയ്ക്കെതിരെ നടത്തിയ ആക്രമണം എന്താണോ അതേ ആക്രമണം ഇന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് കേരളത്തിനെതിരെ നടത്തുകയാണ്. അദ്ദേഹം ആരുടെ കൂടെയാണെന്നുള്ള സംശയമാണ്. റൈറ്റ്. MP രാജേഷ്, ഇത്തവണ ബജറ്റിൽ ഒട്ടേറെ വകുപ്പുകൾക്കുള്ള വിഹിതത്തിൽ ഉള്ള അലോക്കേഷൻ കുറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രതിപക്ഷം തന്നെ ഒരു വലിയ വിമർശനമായി ചൂണ്ടിക്കാട്ടിയത് ഇന്നത്തെ സമരത്തിലൊരു പ്രധാനപ്പെട്ട കാരണവും ഈ സാമ്പത്തിക പ്രശ്നമാണല്ലോ. തദ്ദേശ സ്വയംഭരണ വകുപ്പിനടക്കം കിട്ടിയിരിക്കുന്ന പദ്ധതികളിൽ പലപ്പോഴും 50% താഴെ മാത്രമാണ് വിനിയോഗിച്ച് കാണുന്നത് ഫെബ്രുവരി മാസമാകുമ്പോഴേക്കും. പക്ഷേ അത് ഇത്തവണ കണക്കിലും കുറവാണ്. അതുകൊണ്ട് വലിയ അലോക്കേഷൻസ് ഈ ബജറ്റിൽ വന്നതുകൊണ്ട് കാര്യമില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുമ്പോൾ തദ്ദേശ വകുപ്പിന് ഈ ബജറ്റിൽ അനുവദിച്ച തുക 50% താഴെ മാത്രമാണ് ഫെബ്രുവരിയിലും വിനിയോഗിക്കാൻ സാധിച്ചത് എന്ന വിമർശനത്തിൽ ഉള്ള മറുപടി എന്താണ്? ഇതിന് ഞാൻ നിയമസഭയിൽ തന്നെ മറുപടി കൊടുത്തതാണ്. ഒന്നാമത്തെ കാര്യം, തദ്ദേശ വകുപ്പിന് 2 ഗഡു അനുവദിച്ചു കഴിഞ്ഞു. അനുവദിക്കുന്നതിൽ കുറച്ച് കാലതാമസം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. നടപ്പ് വർഷം തദ്ദേശ സ്ഥാപനങ്ങൾക്ക്, വകുപ്പിനല്ല സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട 2 ഗഡു നൽകിക്കഴിഞ്ഞു. മെയിൻ്റനൻസ് ഗ്രാൻറ്റിൻ്റെ ഇതുവരെയുള്ള ഗഡുക്കളെല്ലാം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യം, സ്വാഭാവികമായിട്ട് ഞെരുക്കമുണ്ടാവുമ്പോൾ അത് സർക്കാരിനെ ബാധിക്കുന്നത് പോലെ തദ്ദേശ സ്ഥാപനങ്ങളെയും ബാധിക്കും. എന്നാൽ ഒരു സാമ്പത്തിക ഞെരുക്കവും ഇല്ലാതിരുന്ന 2014-15 15-16 ഉള്ള കണക്കുകൾ നിയമസഭയിൽ പറഞ്ഞു. 30% ഫെബ്രുവരി മാസത്തിൽ. എന്തായിരുന്നു അതിൻ്റെ കാരണം? അന്ന് UDF ആണല്ലോ അധികാരത്തിലിരുന്നത്. അന്ന് കേന്ദ്രത്തിൻ്റെ ഇത്ര വലിയ ആക്രമണമില്ല, ഇതുപോലുള്ള വെട്ടിച്ചുരുക്കലുകളിലില്ല. എന്നിട്ടും എങ്ങനെയാണ് വിഹിതം എക്സ്പെൻഡിച്ചർ അങ്ങനെ കുറഞ്ഞിട്ടുള്ളത്? ഇത് അസാധാരണമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലാണ് കുറവ് വന്നിട്ടുള്ളത്. പിന്നെ എപ്പോഴും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് എക്സ്പെൻഡിച്ചർ പിക്കപ്പ് ചെയ്യുക. അപ്പോൾ ഇനി 2 മാസമുണ്ട്. സാധാരണഗതിയിൽ ഉള്ളതിനേക്കാൾ അല്പം കുറവ് മാത്രമേ ഇപ്പോഴുള്ളൂ. അടുത്ത 2 മാസം കൊണ്ട് നല്ല മുന്നേറ്റം ഉണ്ടാവും എന്ന് തന്നെയാണ് കാണുന്നത്. ശ്രീ MP രാജേഷ്, ഇന്നത്തെ സമരം ഒരു സൂചനാ സമരമായിട്ടാണോ നമ്മൾ കണക്കാക്കേണ്ടത്? കാര്യം ഈ 2 മണിക്കൂർ സമരം കൊണ്ട് യാതൊന്നും വലിയ രീതിയിൽ സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. ഒരു തുടർ സമര സാധ്യതയുണ്ടോ ഇന്നത്തെ സമരത്തിന്? കാരണം ഇനി ഈ സമരം കഴിഞ്ഞാൽ മറ്റേത് തരത്തിലുള്ള സമ്മർദ്ദത്തിലേക്കായിരിക്കും സർക്കാർ പോവുക. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്ന സൂചനയാണ് ഈ ഘട്ടങ്ങളിലെല്ലാം നൽകുന്നത്. അതുകൊണ്ട് ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏക സാധ്യമായ മാർഗം. GST കോമ്പൻസേഷൻ അടക്കമുള്ള കാര്യത്തിലൊക്കെ ഇനി കൂട്ടായ തീരുമാനം വരണം. അതെന്തായാലും ഈ സർക്കാർ എടുക്കാനുള്ള തീരുമാനവുമില്ല. ഇനി പക്ഷേ അടുത്ത ധനകാര്യ കമ്മീഷൻ വരാൻ പോകുന്നു. അതിൻ്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുമ്പോൾ കേരളത്തിനു കൂടി അനുകൂലമായ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കണമെന്ന പ്രാവർത്തികമായ പ്രാക്ടിക്കലായ ഒരു സൊല്യൂഷനിലേക്കാണോ പോകാൻ പോകുന്നത്? ബാക്കി ഉള്ളതെല്ലാം കേന്ദ്രം കനിഞ്ഞാൽ മാത്രം നമുക്ക് ലഭ്യമാകുന്നതാണ്. നമ്മുടെ അവകാശം എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇനിയും സമരങ്ങൾ ആവശ്യമായി വരുമോ? ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ത്രിമുഖമായ സമീപനമാണ് കേന്ദ്രത്തിൻ്റെ പ്രതികാര നടപടിക്കെതിരായി സ്വീകരിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനം ജനങ്ങളെ അണിനിരത്തുക കേരളത്തിലാകെ എന്നതായിരുന്നു. അതാണ് നവകേരള സദസ്സിലൂടെ ചെയ്തത്. രണ്ടാമത്തേത് നിയമയുദ്ധം നടത്തുക. സുപ്രീം കോടതിയിൽ കേരളം ഒറിജിനൽ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. മൂന്നാമതാണ് ഡൽഹിയിൽ വന്ന് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ സംസ്ഥാനങ്ങളുടെ ഒരു ഐക്യനിര കെട്ടിപ്പടുക്കുക. ഈ സമരം ഡൽഹിയിൽ പ്രഖ്യാപിക്കുമ്പോൾ കേരളം ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളത് അരുണിനും സുജയ്ക്കുമെല്ലാം ഇന്ന് അംഗീകരിക്കാൻ കഴിയുമല്ലോ. അന്ന് കേരളം ഒറ്റയ്ക്കായിരുന്നു. എന്നാൽ ഇന്ന് കേരളം ഒറ്റയ്ക്കല്ല.
ഇന്നലെ കർണാടക കേരളത്തോടൊപ്പമുണ്ട്, ഇന്ന് തമിഴ്നാടുണ്ട്, പഞ്ചാബും ഡൽഹിയുടെയും മുഖ്യമന്ത്രിമാർ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ദേശീയ നേതാക്കൾ ഒട്ടേറെ പേർ ഈ സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്. ഇന്നൊരു ദേശീയ സംവാദമായിട്ട് നമുക്കിത് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ ദേശീയ സംവാദമായിട്ട് ഉയർന്നു വരികയും കൂടുതൽ സംസ്ഥാനങ്ങൾ ഇതിൽ അണിനിരക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കേന്ദ്രത്തിന് ഈ പ്രതികാര നടപടി ഇനിയും ഏറെക്കാലം തുടരാനാവില്ല. സംസ്ഥാനങ്ങളുടെ ധനപരമായ അവകാശം എന്നതൊരു ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ, ദേശീയ പ്രശ്നമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ കേരളത്തിൻ്റെ ഇടപെടലിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വാചാലനായല്ലോ. എന്തൊരു നീളമാണ് അദ്ദേഹത്തിൻ്റെ നാക്കിന്. എന്നാൽ അദ്ദേഹം നാക്ക് ചുരുട്ടിക്കുട്ടി വായിലേക്ക് ഇട്ടിട്ടുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഓർക്കണം. പ്രധാനമന്ത്രി നേരിട്ട് ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷനെ കണ്ട് സമ്മർദ്ദം ചെലുത്തി എന്ന അതീവ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിന്റെ ഭാഗത്തു നിന്നുണ്ടായി. കേന്ദ്ര സർക്കാരിന് ഇതുവരെ നിഷേധിക്കാൻ ധൈര്യം വന്നിട്ടില്ലെന്ന് ഓർക്കണം. നിഷേധിച്ചിട്ടില്ല. ധനകാര്യ കമ്മീഷൻ ഭരണഘടനാപരമായിട്ടുള്ള സ്വതന്ത്ര സ്ഥാപനമാണ്, ഭരണഘടന പ്രകാരം നിലവിൽ വരുന്നതാണ്. ായിട്ടുള്ള ഒരു തരത്തിലുള്ള ആശയവിനിമയവും കേന്ദ്ര സർക്കാർ ധനകാര്യ കമ്മീഷനുമായിട്ട് നടത്താൻ പാടില്ലാത്തതാണ്. ആ ഭരണഘടനാ വ്യവസ്ഥയും കീഴ്വഴക്കവും ഒക്കെ ലംഘിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നേരിട്ട് 2 മണിക്കൂർ സമ്മർദ്ദം ചെലുത്തി ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷന് മേൽ. എന്തിനു വേണ്ടി? സംസ്ഥാനങ്ങളുടെ വിഹിതം വെട്ടിക്കുറച്ച് കേന്ദ്രത്തിന് നൽകാൻ വേണ്ടി. എന്നാൽ അധ്യക്ഷനായിരുന്ന ശ്രീ റെഡ്ഡി അതിന് വഴങ്ങിയില്ല എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, മോദിയുടെ ഏറ്റവും വിശ്വസ്തനും നീതി ആയോഗിൻ്റെ സിഇഒയുമായ ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെ ആൾ. ആകെ 3 പേരെ അതിലുണ്ടായുള്ളൂ. പ്രധാനമന്ത്രി, ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ, പിന്നെ മൂന്നാമത്തെ ശ്രീ സുബ്രഹ്മണ്യം, സിഇഒ നീതി ആയോഗ്. അദ്ദേഹം പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു അക്ഷരം ഇത്ര ഗുരുതരമായ വെളിപ്പെടുത്തലുണ്ടായിട്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉച്ചരിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് കാണിക്കാനാവുമോ ഏതെങ്കിലും അദ്ദേഹം പറഞ്ഞത്? അപ്പോൾ അദ്ദേഹം ആരുടെ കൂടെയാണെന്നുള്ള കാര്യത്തിൽ ഇനി വലിയ സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിയാൻ കാത്തിരിക്കുകയാണ് കേരളത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള UDFയുടെ ഒരു സംഘം എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതുകൊണ്ടാണ് അതീവ ശ്രദ്ധ കേന്ദ്രത്തിനെതിരെയോ BJPക്കെതിരെയോ പറയാതിരിക്കാൻ പുലർത്തുന്നതും. അദ്ദേഹം അങ്ങേയറ്റത്തെ വാചാലതയോടെ ഇടതുപക്ഷത്തെ BJPയുടെ അതേ തീവ്രതയിൽ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കേരളത്തിലേക്ക് വന്നാൽ അങ്ങേക്കെതിരെ ഒരു വിമർശനം ഉയർന്നിട്ടുണ്ട്. അത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാഗത്തു നിന്നാണ്. അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര 2 ദിവസം മുൻപ് പറഞ്ഞത് MP രാജേഷ് MV ഗോവിന്ദനെ കണ്ടു പഠിക്കണം, താങ്കൾ ഉദ്യോഗസ്ഥരുടെ അടിമയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ്. ആ വിമർശനത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? പ്ലാസ്റ്റിക് കവറുകളുടെ നിരോധനവുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പാടെ അവഗണിച്ചു, ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ടു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അല്ല, അവരുടെ ആവശ്യം പ്ലാസ്റ്റിക് നിർബാധം ഉപയോഗിക്കാനുള്ള അനുമതി വേണം എന്നതാണ്. ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ടതല്ല. ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ പരിശോധന കർക്കശമാക്കിയിട്ടുള്ളത്. ഉത്തരവാദിത്വം എൻ്റേതാണ്. ഞാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കർശനമായിട്ടുള്ള പരിശോധന നടത്തണം എന്നത്. അത് നിയമമാണ്. നിയമം നടപ്പാക്കുക തന്നെ ചെയ്യും. അതിന് ഇതൊന്നും പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് 2016 അനുസരിച്ചുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. കേരളത്തെ മാലിന്യമുക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ നിരോധിത പ്ലാസ്റ്റിക് നിർബാധം വിൽക്കാനും ഉപയോഗിക്കാനുമുള്ള അനുമതി വേണം എന്ന് ആവശ്യപ്പെടുന്നത് അത് നിയമവിരുദ്ധമാണ്. ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ. ഹൈക്കോടതി ബ്രഹ്മപുരത്തിന് ശേഷം ഏറെക്കുറെ എല്ലാ ആഴ്ചയും എന്നതുപോലെ ഹിയറിംഗ് നടക്കുകയാണ്. ഇക്കാര്യത്തിലെല്ലാം കർശനമായ നടപടി എടുക്കണമെന്ന് ഹൈക്കോടതിയുടെയും നിർദ്ദേശമുണ്ട്. അവർക്ക് പരാതി ഉണ്ടെങ്കിൽ ഹൈക്കോടതി പോയിക്കോട്ടെ. ശരി, നന്ദി ശ്രീ MP രാജേഷ്. ഇനിയിപ്പോ ചലോ ദില്ലിയിലേക്കാണ്, ചലോ ജന്തർ മന്ദറിന് സമയമായി. അതെ, ചലോ ദില്ലിയിലേക്ക് നമ്മുടെ യാത്ര തുടങ്ങാനായി ഒരാൾ എത്തുന്നുണ്ട്. അതെ, അപ്പോൾ താങ്ക് യു ശ്രീ MP രാജേഷ്. ചലോ ജന്തർ മന്ദറിന് ഇനി 1 മണിക്കൂർ മാത്രമാണ് സമയമുള്ളത്. ഈ രാവിലെ റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ അതിഥിയായി എത്തിയതിന്